പിന്നെ ബ്ലാസ്റ്റ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര തവണ കണ്ടാലും മടുക്കാത്തൊരു നമുക്ക് ബോറടിപ്പിക്കാത്ത നല്ല ത്രില്ലിങ് സിനിമയാണ്. കാരണം മലയാള സിനിമ വിലയിരുത്തുന്നവരും ഈ ബ്ലാസ്റ്റ് എന്ന സിനിമ കണ്ടേ തീരെ നഷ്ടമാണ്. ഒരു കുടുംബത്തിൽ, അതായത് പെൺകുട്ടികൾക്കാണ് ഈ ചിത്രത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ നടക്കണമെങ്കിൽ ആയോധന കലകൾ പഠിച്ചിരിക്കുന്നത് വളരെയേറെ ഗുണകരമാണെന്ന് ഈ സിനിമയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇത് പെൺകുട്ടികളെ തീർച്ചയായും കാണിക്കേണ്ട ഒരു സിനിമയാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. നല്ലൊരു ത്രില്ലിങ് പടം, നമുക്ക് എത്ര കണ്ടാലും ബോറടിക്കാത്ത സിനിമ. പിന്നെ അർജുൻ എന്ന നായകൻ നമ്മുടെ ജെന്റിൽമാനിലൂടെ കേരളക്കര കീഴടക്കി. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ജെന്റിൽമാനിലൂടെ അദ്ദേഹം മലയാളക്കരയിലെ പ്രേക്ഷക മനസ്സിലുള്ള സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇത്രയും വർഷങ്ങളായിട്ടും 34 വർഷമായി എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങിയിട്ട് ഇപ്പോഴും അർജുൻ അത് തന്നെ, ജെന്റിൽമാൻ തന്നെ. എന്തായാലും നല്ലൊരു ചിത്രമാണ് ബ്ലാസ്റ്റ്. എല്ലാവരും കുടുംബസമേതം, പ്രത്യേകിച്ച് നിങ്ങളുടെ പെൺകുട്ടികളെ കാണിച്ചിരിക്കേണ്ട ചിത്രമാണ്. ഒരു കുടുംബത്തിൽ ആകസ്മികമായിട്ട് നമ്മൾക്ക് വന്നു ചേരുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ, ഒരു കുടുംബത്തിൽ വരുന്നതും മറ്റും, അതേപോലെയാണ് ഈ സിനിമയിൽ ഒരു സംഭവം വന്നു ചേരുന്നത്. അതിൽ നിന്ന് അവരെങ്ങനെ കരകയറാം എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഡയറക്ടർ എടുത്തിട്ടുണ്ട്. എന്തായാലും മലയാളികൾക്കൊക്കെ ഈ സിനിമ കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടം തന്നെ.